Role of private sector enterprises in India. Organizations which are under the control and ownership of private parties are termed as private sector enterprises. The main objective of private sector enterprises is to maximizing the profit. Today we are discussing about the role of private sector enterprises. First one, improved standard of living. Private sector continuously searches profitable business opportunities. Starting of new business means creation of more job. പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ എന്താണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. മോർ ജോബ്സ് റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് ഇൻകം ആൻഡ് പർച്ചേസിംഗ് പവർ ഓഫ് പീപ്പിൾ. ഒരാൾക്ക് പുതിയതായിട്ട് ഒരു ജോലി കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പർച്ചേസിങ് പവറും ഇൻക്രീസ് ചെയ്യുന്നു. അതെന്തിലേക്ക് നയിക്കുന്നു? അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രൈവറ്റ് സെക്ടർ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം private sector helps to improve the standard of living of the people. Next one, easy availability of goods and services. Private sector starts their operations on the basis of market needs and tries to satisfy those needs in the best possible manner. ഒരു ബിസിനസ് തുടങ്ങുന്നത് എന്തിൻ്റെ ബേസിലൊക്കെ ആയിരിക്കും? മാർക്കറ്റിൻ്റെ നീഡ് എന്താണ്, വാണ്ട് എന്താണ്, കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇപ്പോഴത്തെ മാർക്കറ്റിലെ ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ പ്ലേ ചെയ്യുന്ന വേറൊരു റോളാണ് ഈസി അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കസ്റ്റമറിന് വളരെ വേഗത്തിൽ ഈസിലി ആയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് പ്രൈവറ്റ് സെക്ടറിൻ്റെ അനദർ റോൾ എന്ന് പറയുന്നത്. തേർഡ് പോയിൻറ്റ്, കോമ്പറ്റിറ്റീവ് പ്രൈസ് ഫോർ എസെൻഷ്യൽ ഗുഡ്സ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻക്രീസിംഗ് ദ സെയിൽസ് വോളിയം, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് മാർക്കറ്റ് സർവൈവൽ റിസൾട്ട് ഇൻ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്രൈവറ്റ് സെക്ടറിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമൈസിങ് ദ പ്രോഫിറ്റാണ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിൽ ഏറ്റവും ലോ പ്രൈസിൽ റീസണബിൾ പ്രൈസിൽ എത്തിക്കാൻ വഴിയൊരുക്കുന്നു. അപ്പോൾ കോമ്പറ്റിറ്റീവ് പ്രൈസ് ഫോർ എസെൻഷ്യൽ ഗുഡ്സ്. എസെൻഷ്യൽ ഗുഡ്സിന് കോമ്പറ്റിറ്റീവ് പ്രൈസിൽ അല്ലെങ്കിൽ ലോ പ്രൈസിൽ കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ പ്രൈവറ്റ് സെക്ടർ വളരെയധികം സഹായിക്കുന്നുണ്ട്. ദെൻ ബെറ്റർ വാല്യൂ ഫോർ ഹ്യൂമൻ ക്യാപിറ്റൽ. ഫിഫ്ത്ത് പോയിൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലാകട്ടെ നമ്മുടെ ലോകത്ത് മുഴുവനായിട്ടാകട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഏത് സെക്ടറിലാണ്? പ്രൈവറ്റ് സെക്ടറിലാണല്ലേ. അപ്പം പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം കൂടുതൽ ആളുകളും ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറിലാണ്. അപ്പം എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ് മെയിൻ അനദർ റോളായിട്ട് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് വൺ, ഓഫേഴ്സ് ഫെയർ പ്രൈസ് ടു ഫാർമേഴ്സ് ഫോർ ദെയർ പ്രൊഡക്റ്റ്. ഫാർമേഴ്സിന് അവരുടെ പ്രൊഡക്റ്റിന് കൂടുതൽ ബെസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്ത് ബെസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി പ്രൈവറ്റ് സെക്ടർ വളരെയധികം സഹായിക്കുന്നുണ്ട്. സെവൻത് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് മോർ മാർക്കറ്റ്സ്. ദ പ്രോഫിറ്റ് motive of private sector result in the exploration more markets at the national and international level. More market means more employment and more taxes to the government.
നമ്മളൊരു പുതിയതായിട്ട് ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ അവിടെ കൂടുതൽ മാർക്കറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ പുതിയ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്തോ ഉണ്ടാകുന്നു, കൂടുതൽ തൊഴിലവസരങ്ങളും ഉണ്ടാകുന്നു. അപ്പം അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ടാക്സും ലഭിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ വരുമാനം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് മോർ മാർക്കറ്റ്സ്, കൂടുതൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? പ്രൈവറ്റ് സെക്ടർ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇന്നോവേഷൻ. പ്രൈവറ്റ് സെക്ടർ seriously involves in the research and development for designing new product, technology, production process, management ideas. എപ്പോഴും ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രൈവറ്റ് സെക്ടേഴ്സാണ്. അപ്പം പ്രൈവറ്റ് സെക്ടറിലുള്ള എൻ്റർപ്രൈസ് എന്താണ് മെയിനായിട്ട് ചെയ്യുന്നത്? പുതിയ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് എത്തിക്കാനും അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസ് നമ്മുടെ സൊസൈറ്റിയിൽ എത്തിക്കാനുമാണ് പ്രൈവറ്റ് സെക്ടർ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പം ഇന്നോവേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിയിൽ എത്തിക്കാൻ വേണ്ടി പ്രൈവറ്റ് സെക്ടർ വളരെയധികം സഹായിക്കുന്നു. ഇംപ്രൂവ്ഡ് സോഷ്യൽ ലൈഫ്. പ്രൈവറ്റ് സെക്ടർ ബൈ ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓഫറിംഗ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് അറ്റ് എ ഫെയർ പ്രൈസ് ഹെൽപ്സ് പീപ്പിൾ ലീഡ്സ് എ ബെറ്റർ സോഷ്യൽ ലൈഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എംപ്ലോയ്മെൻറ്റ് ജനറേഷന് പ്രൈവറ്റ് സെക്ടർ വളരെ വലിയ പങ്കല്ലേ വഹിക്കുന്നത്. അപ്പോൾ പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന വഴി നമ്മുടെ സൊസൈറ്റിയുടെ സോഷ്യൽ ലൈഫും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെയൊക്കെ ആയിരിക്കും? പുതിയ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുന്നു. എങ്ങനെ? അറ്റ് എ ഫെയർ പ്രൈസ്, ഏറ്റവും റീസണബിൾ പ്രൈസിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വഴി നമ്മുടെ സോഷ്യൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും പ്രൈവറ്റ് സെക്ടർ വളരെയധികം സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പോവർട്ടി അലീവിയേഷൻ. കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ എന്തുണ്ടാവും? കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓരോരുത്തർക്കും ജോലി കിട്ടുമ്പോൾ പോവർട്ടി അലീവിയേഷൻ, റിഡക്ഷൻ ഇൻ പോവർട്ടി കുറയ്ക്കുവാനും അങ്ങനെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുവാനും പ്രൈവറ്റ് സെക്ടർ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ബെറ്റർ എഡ്യൂക്കേഷൻ. Growth of private sector increased the demand for professionalized, skilled and technically competent human resources. നമുക്കറിയാം, ഏതൊരു ജോലി ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം? പ്രൊഫഷണൽ ആയിട്ടുള്ള ടെക്നിക്കൽ നോളേജ്, സ്കില്ല് ആവശ്യമാണ്. അപ്പോൾ ടെക്നിക്കൽ നോളേജ് ആകട്ടെ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന് വേണ്ടിയും ഒക്കെ പുതിയ പുതിയ കോഴ്സസും ഒക്കെ തുടങ്ങാൻ വേണ്ടി പുതിയ പുതിയ കോളേജസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ്റെ ഫീൽഡിലും പ്രൈവറ്റ് സെക്ടർ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കണ്ടത് റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് ആണ്. ഫസ്റ്റ് വൺ, ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സെക്കൻഡ് വൺ, ഈസി അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, കോമ്പറ്റിറ്റീവ് പ്രൈസ് ഫോർ എസെൻഷ്യൽ ഗുഡ്സ്, better value for human capital, employment generation, offers fair prices to farmers for their product, development of more market, innovation, improved social life, poverty alleviation and better education. Thank you.